സ്കൂളിലിപ്പോൾ പരീക്ഷ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പരീക്ഷയുണ്ടായിരുന്ന ഒരു ദിവസം റൗണ്ട്സിന് പോയപ്പോൾ ഇൻവിജിലേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ടീച്ചർ കൃത്യനിർവഹണത്തിൽ സാരമായ വീഴ്ച വരുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ ഉടനടി പ്രതികരിക്കുന്ന ആളാണ്. പക്ഷേ അന്ന് ആ ടീച്ചറോടൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് തിരിച്ചു പോരുകയും ചെയ്തു. പകുതി വായിച്ച് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന പുസ്തകം കണ്ടപ്പോഴാണ് അതിനുള്ളിൽ റോണ്ടി പോഷ് എന്ന അമേരിക്കൻ പ്രൊഫസർ താൻ കുട്ടിയായിരുന്ന കാലത്ത് തന്നെയും തൻ്റെ കൂട്ടുകാരെയും ഗ്രഹാം എന്ന ഫുട്ബോൾ കോച്ച് പരിശീലിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓർത്തത്. റോണ്ടി പോഷിനെ മാത്രം കോച്ച് കൂടുതൽ എക്സസൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. തെറ്റിപ്പോയാൽ ശരിയാകുന്നതുവരെ വീണ്ടും വീണ്ടും ഒരു 100 ആവർത്തി ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള കുട്ടികൾ മുഴുവൻ പരിശീലനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും പോഷിനെ മാത്രം അവിടെ നിർത്തി തെറ്റിപ്പോയതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്നിൽ അസിസ്റ്റൻറ്റ് കോച്ച് റോണ്ടി പോഷിനോട് വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, കോച്ച് നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ, കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? അതേ എന്ന് റോണ്ടി പോഷ് തലയാട്ടിയപ്പോൾ അവൻ്റെ 2 കണ്ണുകളും നിറഞ്ഞിരുന്നു. അസിസ്റ്റൻറ്റ് കോച്ച് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ദാറ്റ്സ് ഗുഡ്. വെൻ യു ആർ സ്ക്രൂവിങ് അപ്പ് ആൻഡ് നോബഡി സേസ് എനിത്തിങ് ടു യു എനിമോർ, ദറ്റ് മീൻസ് ദേ ഹാവ് ഗിവൺ അപ്പോൺ യു. അതൊരു വലിയ പാഠമായിരുന്നുവെന്ന് ആ അമേരിക്കൻ പ്രൊഫസർ പറയുന്നുണ്ട്. ശരിയാണ്. അടുത്ത വർഷം എന്തോ ചില കാരണങ്ങൾ കൊണ്ട് തുടരുന്നില്ല എന്ന് ആ ടീച്ചർ എന്നെ മുൻപ് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ആ ടീച്ചറോടൊന്നും പറയാതെ ഞാൻ തിരിച്ചു പോകുന്നത്. നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ പലപ്പോഴും? നിങ്ങളുടെ വീടുകളിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, സ്കൂളിൽ, അവിടെയൊക്കെ നിങ്ങളെ മാത്രം ചീത്ത പറയുന്നതായിട്ട്, ഒരേ പിഴവുകൾ സംഭവിച്ച ആളുകളുടെ ഇടയിൽ നിങ്ങളെ മാത്രം ശകാരിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് മാത്രം കുറച്ച് കൂടുതൽ ജോലി തരുന്നതായിട്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഔട്ട് ഓഫ് റിജക്ഷൻ, ഇറ്റ് ക്യാൻ ബി ഔട്ട് ഓഫ് സെലക്ഷൻ. എന്തു പറയാനാ, എന്തേലും ചെയ്ത് തൊലയട്ടെ എന്ന് നിങ്ങളെക്കുറിച്ച് ഇനിയും അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണിത്. They want you to be really what you can be. പിന്നീട് വായിച്ചു നോക്കിയപ്പോൾ എഴുത്തിൻ്റെ ഗുണനിലവാരം സ്വയം അത്ഭുതപ്പെടുത്തിയതുകൊണ്ട് ആരെയും കാണിക്കാതെ ചുരുട്ടിക്കൂട്ടി അഗ്നിയിൽ ദഹിപ്പിച്ച ഒരു ചെറുകഥയ്ക്ക് ഞാൻ ജന്മം കൊടുത്തത് 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ്. കൊല്ലൻ്റെ ആലയെക്കുറിച്ച് എഴുതിയിരുന്ന ആ ചെറുകഥയുടെ അവസാനം ആലയുടെ ഒരു മൂലയ്ക്ക് ചാഞ്ഞിരുന്ന് തൂമ്പയും കത്തിയും കോടാലിയും മണ്ണുമാന്തിയും ഒക്കെ പരസ്പരം പറയുന്ന വരികളുണ്ട്. വെറും ഇരുമ്പ് കഷ്ണമായിരുന്ന നമ്മളെ ആ കൊല്ലൻ ചുറ്റിക കൊണ്ട് നിർത്താതെ അടിച്ചത് നമ്മളിലെ കുറവുകൾ കണ്ടിട്ടല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആകാൻ നമുക്ക് കഴിയുമെന്ന് നമ്മളിലെ സാധ്യതകൾ കണ്ടിട്ടായിരുന്നു.